പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഷിരൂർ ദൗത്യത്തിനായി ഗോവ പോർട്ടിൽ നിന്ന് ചൊവ്വാഴ്ച ഡ്രഡ്ജർ പുറപ്പെടുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി. തിങ്കളാഴ്ച പോർട്ടിൽ ഡിപ്പാർച്ചർ നോട്ടീസ് നൽകും. തിരച്ചിലിന് കാലാവസ്ഥ അനുകൂലമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അറിയിപ്പ് എങ്ങനെയാണ്? അരുൺ, റീജിത്ത്, ഇതിൽ കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ് എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത്. നേരത്തെ തന്നെ ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന തടസ്സം എന്ന് പറയുന്നത് ഇത് കടൽ മാർഗം കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥ പ്രശ്നമാണ്. നേരത്തെ അവിടെ ഷിരൂരിൽ ഉൾപ്പെടെ മഴ ശക്തമായി ഉണ്ടായിരുന്നു, കാറ്റിന്റെ ഗതി, ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടൽ മാർഗം കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ട് എന്ന് ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ തടസ്സം മാറിയിരിക്കുന്നു. കുറെ ദിവസമായി മഴ മാറി നിൽക്കുന്നു, കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ എത്തിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നതാണ് ഈ കാർവാർ ആസ്ഥാനമായിട്ടുള്ള ഡ്രഡ്ജിംഗ് കമ്പനി ഇപ്പോൾ പറയുന്നത്. അതിന് ചില നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. തിങ്കളാഴ്ചയായിരിക്കും ഇതിന്റെ ഡിപ്പാർച്ചർ നോട്ടീസ് ഗോവ പോർട്ടിൽ നൽകുക. പക്ഷേ അന്ന് തന്നെ പുറപ്പെടാൻ സാധ്യത കുറവാണ് എന്നതാണ് ഈ കമ്പനി പറയുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഈ ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്ന് പുറപ്പെടാൻ സാധിക്കും എന്നതാണ് അവർ പറയുന്നത്. 38 മണിക്കൂറാണ് ഈ ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരിക. അങ്ങനെയാണെങ്കിൽ ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം 2 ദിവസത്തിന് ശേഷം തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടവും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ശ്രീജിത്ത്, ശരി. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന്.